എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുളകിട്ട മീൻ കറിയാണ്. നല്ല കുടംപുളിയിട്ട മീൻ കറി. ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂര മീനാണ്, ട്യൂണ ഫിഷ്. അതിനാദ്യം വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു 2 കുടംപുളി, ഞാനത് പീസാക്കിയതാണ്, 2 എണ്ണം എടുത്തത്. അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, 1 ഗ്ലാസ് ചൂടുവെള്ളം. എന്നിട്ട് 1 സ്പൂൺ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. ഇനി മീൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടത് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്ത് ചെറുതായി കട്ട് ചെയ്തത്, ഒരു 8 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തു, കൂടാതെ ഒരു 3 തണ്ട് കറിവേപ്പില. ഇനി പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുകൊന്ന് പൊട്ടിത്തെറിക്കുമ്പം 1 സ്പൂണ് ഉലുവ ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇവ രണ്ടും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക, നല്ലവണ്ണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കൂടാതെ ഒരു ചെറിയ സ്പൂൺ സാദാ മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലിക്ക് എരിവ് ഉണ്ടാകത്തില്ലല്ലോ, അതുകൊണ്ട് ആണ് അത് ചേർത്തത്. കൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കുടംപുളി ഇട്ട് വെച്ച വെള്ളം, കുടംപുളി അടക്കം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. മീൻകറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ചെറുങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മസാലയൊക്കെ അതിൽ പിടിക്കാനാണ്. ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ട്യൂണ ഫിഷ് അങ്ങനെയാണ്, ഒരു മസാല പിടിക്കാത്തൊരു ടൈപ്പ് ഫിഷാണ്. ഈ ട്യൂണ ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഫ്രൈ ചെയ്താലാണ് കൂടുതൽ ഇഷ്ടം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ മുളകിട്ട മീൻ കറി റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ മീൻ പോലെ ഇതങ്ങനെ ഉടഞ്ഞു പോകത്തൊന്നുമില്ല, കുറച്ച് ഉറപ്പുള്ള മീൻ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ മീൻകറിയായി. ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഫിഷും ഇതേപോലെ തന്നെ വെക്കാം. ഞാൻ ഇന്ന് ട്യൂണ ഫിഷ് എടുത്ത് എന്നേ ഉള്ളൂ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ
ഈ മുളകിട്ട മീൻകറി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു ദിവസം കഴിഞ്ഞ് കൂട്ടുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആ കുടംപുളിയുടെ പുളിയൊക്കെ നല്ലോണം പിടിക്കും. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ്. മാക്സിമം ഒരു 20 മിനിറ്റ് എടുക്കത്തുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ സിമ്പിൾ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്, കൂടാതെ ട്രാവൽ വീഡിയോ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഈ ചെറിയ മീൻകറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.